ഹലോ ഫ്രണ്ട്സ്, +1 എക്കണോമിക്സിന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററായ ഇന്ത്യൻ എക്കോണമി 1950 ടു 1990. ഇന്ത്യൻ ഇക്കോണമി 1950 മുതൽ 1990 വരെ എന്ന ചാപ്റ്ററാണ്. ഇത് ഈ ഭാഗത്തെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നൽകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതോടൊപ്പം തന്നെ വേരിയസ് ഡെവലപ്മെന്റ് പോളിസീസ് ആഫ്റ്റർ 1950, 1950 ശേഷം ഗവൺമെന്റ് നടപ്പാക്കിയ വ്യത്യസ്തമായ വികസന നയങ്ങൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ട്രേഡ് സെക്ടറിൽ ഇതിലൊക്കെ നടപ്പാക്കിയ പ്രധാനപ്പെട്ട വികസന നയങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്നും ഇതൊക്കെ നമ്മൾ വിപുലമായ രീതിയിൽ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പബ്ലിക് പരീക്ഷയ്ക്ക് ചെറുതും വലുതുമായ ക്വസ്റ്റ്യനായിട്ട് നിരവധി തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായും ഇത് ആദ്യാവസാനം വരെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വെക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം, ഇന്ത്യ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ചൂസ് പാർലമെന്ററി ഡെമോക്രസി ആൻഡ് മിക്സ്ഡ് എക്കോണമി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയപരമായിട്ട് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ് തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ലോകത്ത് എത്ര സമ്പദ് വ്യവസ്ഥകളുണ്ട്? എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സെലക്ട് ചെയ്തത്? ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാം. അതിനൊക്കെ നമ്മളൊന്ന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ നിലവിലുള്ള മറ്റ് എക്കണോമിക് സിസ്റ്റംസിനെ കൂടി നമ്മൾ അറിയണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എക്കണോമിക് സിസ്റ്റംസിനെ അഥവാ സാമ്പത്തിക സമ്പ്രദായങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ ഇൻറ്റു 3. ഒന്നാമത്തത് ക്യാപിറ്റലിസം, രണ്ടാമത്തത് സോഷ്യലിസം, മൂന്നാമത്തത് മിക്സഡ് ഇക്കോണമി. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുതലാളിത്തം. സോഷ്യലിസം സാമൂഹ്യ സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കോണമി മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് മാർക്കറ്റ് സോൾവ് ദ സെൻട്രൽ പ്രോബ്ലംസ്. അല്ലേ? അവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണ് അഥവാ കമ്പോള ശക്തികളാണ്. രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന്, സ്വകാര്യ ഉടമസ്ഥതയാണ് ഇവിടെ ഉള്ളത്. സ്വകാര്യ സ്വത്താണ് ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണ് അഥവാ കമ്പോള ശക്തികളാണ്. ഇവിടെ ഒരു സംശയം വരാലോ, എന്താണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി? ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അഥവാ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതൊക്കെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. ഈ ക്യാപിറ്റലിസത്തിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അഥവാ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുന്നത് മാർക്കറ്റാണ് അഥവാ മാർക്കറ്റ് ഫോഴ്സസ് ആണ്. എന്താണ് ഈ മാർക്കറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ കമ്പോള ശക്തികൾ എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ. ഈ ഡിമാൻഡ് ഒരു കമ്പോള ശക്തിയാണ്. ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആവശ്യത്തിന് ലഭ്യമാകണമല്ലോ. ഇതിന് നമ്മളിപ്പോൾ സപ്ലൈ എന്ന് പറയും. ഈ സപ്ലൈ മറ്റൊരു മാർക്കറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നതാണ് കമ്പോള ശക്തികൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അഥവാ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കുന്നത്. ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഡക്ട്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ജനങ്ങൾക്ക് പ്രോഡക്ട്സ് ഒക്കെ നൽകുന്നത് പർച്ചേസിങ് പവറിന്റെ അടിസ്ഥാനത്തിലാണ്. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങാനുള്ള ശേഷി,
വാങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുള്ളൂ. സൗജന്യമായിട്ടൊന്നും ലഭ്യമാവുകയില്ല. ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്കാണ് ഇവർ ഉപയോഗിക്കുക ക്യാപിറ്റലിസത്തിൽ. എന്തുകൊണ്ടാണ് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? ലാഭമാണ്, പ്രോഫിറ്റാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നേടിയെടുക്കേണ്ട ഏറ്റവും ലോ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണോ അതാണ് ഇവർ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുക. ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, ജർമ്മനി, അതുപോലെ തന്നെ കാനഡ തുടങ്ങിയവയൊക്കെ ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സിസ്റ്റമാണ്, എക്കണോമിക് സിസ്റ്റമാണ് സോഷ്യലിസം അഥവാ സാമൂഹ്യ സമ്പദ് വ്യവസ്ഥ. ഇവിടെ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെന്റ്. എല്ലാ ഉൽപാദന വിഭവങ്ങളും എല്ലാ ഉൽപാദനോപാധികളും കൈവശം വെക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെന്റ് ആണ്, അല്ലെ? ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സെൻട്രൽ പ്രോബ്ലംസ് പരിഹരിക്കുന്നത് ഗവൺമെന്റോ പ്ലാനിംഗ് അതോറിറ്റിയോ ആണ്. ഹിയർ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓർ പ്ലാനിംഗ് അതോറിറ്റി. അപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പൊതുമേഖല മാത്രമേ ഉണ്ടാവുള്ളൂ, സ്വകാര്യ മേഖലക്ക് യാതൊരു സാധ്യതയും സോഷ്യലിസത്തിലില്ല. അതേസമയം ക്യാപിറ്റലിസത്തിലേക്ക് പോകുമ്പോൾ അത് പ്രൈവറ്റ് സെക്ടറേ കാര്യമായുള്ളൂ. ഇവിടെ പൊതുമേഖല മാത്രമാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സംഗതിയാണ്, സർവ്വ കാര്യങ്ങളും ഇവിടെ പരിഹരിക്കുന്നത്, സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ്, അഥവാ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ്. പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളാണ്, നമ്മൾ അറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ചിലതാണ് ചൈന, ക്യൂബ തുടങ്ങിയവയൊക്കെ. മറ്റൊരു എക്കണോമിക് സിസ്റ്റമായ മിക്സഡ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ, ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു മിക്സർ ആണ്, അല്ലെങ്കിൽ ഒരു മിശ്ര രൂപമാണ്. ഇതിനകത്ത് ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും സോഷ്യലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും വരുന്നുണ്ട്. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരേപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നു. പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോ എക്സിസ്റ്റ് ഹിയർ, അല്ലെ? കൺസ്യൂമേഴ്സ് എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഉപഭോക്താക്കൾ എന്താണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, അത് മാർക്കറ്റ് നൽകും, അത് പ്രൈവറ്റ് സെക്ടർ നൽകും. എന്നാൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ താല്പര്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത്, അതാണ് ഗവൺമെന്റ് നൽകുക. അത് ചിലപ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങാൻ കഴിയില്ല, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് സാധാരണഗതിയിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയാത്തത് മറ്റുള്ള സേവനങ്ങളെല്ലാം തന്നെ നൽകുന്നത് ഗവൺമെന്റ് ആണ്. അതോടെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിനും മാർക്കറ്റിനും ഒരുപോലെ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മിക്സഡ് ഇക്കോണമി മോഡലാണ് നടപ്പാക്കിയെന്ന് നാം പറഞ്ഞു, അല്ലെ? ഇന്ത്യയിൽ മിക്സഡ് ഇക്കോണമി മോഡൽ നടപ്പാക്കിയ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ലീഡേഴ്സ് പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് നടപ്പാക്കിയത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരുന്നു. ലോകത്ത് നടപ്പാക്കിയ ക്യാപിറ്റലിസത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നടപ്പാക്കിയ സോഷ്യലിസത്തിൽ അതിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും കുഴപ്പങ്ങൾ ഒഴിവാക്കി, അതിന്റെ ഡ്രോബാക്സ് ഒഴിവാക്കി ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരിക എന്ന നിലക്കാണ് മിക്സഡ് ഇക്കോണമി മോഡൽ ഇന്ത്യയിൽ നടപ്പാക്കിയത്. ഇന്ത്യയിൽ നടപ്പാക്കിയ മിക്സഡ് ഇക്കോണമി മോഡലിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ലീഡർഷിപ്പ് റോൾ ഗിവൻ ടു ദ പബ്ലിക് സെക്ടർ, അല്ലെ? ലീഡർഷിപ്പ് റോൾ ആർക്കായിരുന്നു? പൊതുമേഖലക്കായിരുന്നു. പ്രൈവറ്റ് സെക്ടർ പ്ലേസ് ആക്റ്റീവ് റോള്. എന്നാൽ അതേസമയം പ്രൈവറ്റ് സെക്ടറിന് ആക്റ്റീവ് ആയിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു സമ്പദ് വ്യവസ്ഥയിൽ. അത് കൂടാതെ അഡോപ്റ്റഡ് എക്കണോമിക് പ്ലാനിങ്, മിക്സഡ് ഇക്കോണമി മോഡലാണ് അഡോപ്റ്റ് ചെയ്തത്. അതിനകത്ത് നമ്മൾ സോഷ്യലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ടുള്ള എക്കണോമിക് പ്ലാനിങ് കൂടി നമ്മൾ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണത്. ഒരു ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഐഡിയക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മിക്സഡ് ഇക്കോണമി മോഡൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നടപ്പാക്കിയ മിക്സഡ് എക്കണോമി മോഡലിന്റെ ആ ഐഡിയ, ആശയം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മലയാളത്തിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും, അതിനകത്ത് പ്രകടമാണ്. അതോടൊപ്പം തന്നെ 1948 നടപ്പാക്കിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട്, അല്ലെ? വ്യവസായ വികസന നിയന്ത്രണ നിയമം എന്നുള്ള ആ പറയുന്ന ആക്ടിനകത്തും ഇത് വളരെയധികം പ്രകടമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്ലാനിങ്, അല്ലെ? ആസൂത്രണം. മലയാളത്തിൽ അങ്ങനെയാ പറയുക, എക്കണോമിക് പ്ലാനിങ് അഥവാ സാമ്പത്തിക ആസൂത്രണം. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് ഈസ് എ പ്രോസസ്
by which resources are allocated according to predetermined manner to achieve certain goals within a specified period of time. അല്ലേ? എന്താണ് പറഞ്ഞത്? മുൻകൂട്ടി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ നമ്മളൊരു നിശ്ചിത സമയത്തിനുള്ളിൽ നേടുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം തന്നെ വിനിയോഗിക്കുന്നു. ആ വിനിയോഗിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്ലാനിംഗ്, അല്ലേ? മുൻകൂട്ടി തീരുമാനിച്ച ചില തീരുമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിഭവങ്ങളെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്ലാനിംഗ് അഥവാ ആസൂത്രണം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന സ്കൂളുകൾ, കോളേജുകൾ, ഡാമുകൾ, റോഡുകൾ, മറ്റു നിർമ്മിതികൾ ഇതെല്ലാം വളരെ കാലം മുമ്പ് തീരുമാനമെടുത്ത് നടപ്പാക്കി വന്നതാണ്. അതിനിടയ്ക്ക് ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കുന്നു. തൊഴിലാളികളെയും മറ്റു മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ രീതിയിലെത്തിയത്. അഥവാ വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ആണത്. പ്ലാനിംഗ് നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950. ഇന്ത്യ സ്റ്റാർട്ടഡ് പ്ലാനിംഗ് ഓൺ 1951. ഇന്ത്യ പ്ലാനിംഗ് തുടങ്ങുന്നത്, ആസൂത്രണം തുടങ്ങുന്നത് 1951 നമ്മൾ അഡോപ്റ്റ് ചെയ്ത പ്ലാൻ എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻ ആണ്, അഥവാ പഞ്ചവത്സര പദ്ധതികളാണ്. വി അഡോപ്റ്റഡ് 5 ഇയർ പ്ലാൻ. ദ ഐഡിയ ഓഫ് 5 ഇയർ പ്ലാൻ ബൊറോഡ് ഫ്രം USSR, അല്ലെ? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം കടമെടുത്തത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ആശയം ലഭിച്ചത്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയാണ് പ്രസന്ന ചന്ദ്ര മഹാലനോബിസ്. ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് വാസ് പ്രസന്ന ചന്ദ്ര മഹാലനോബിസ്. ചുരുക്കത്തിൽ PC മഹാലനോബിസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം ഇറക്കിയിരുന്നു, ഒരു ജേണൽ ഇറക്കിയിരുന്നു. ആ ജേണലിന്റെ പേരാണ് സാങ്ക്യ. സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളായിരുന്നു സാങ്ക്യയിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. സാങ്ക്യ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു പേരാണത്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കീഴ്വഴക്ക പ്രകാരം പ്രധാനമന്ത്രിമാരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻമാരായിട്ട് വരാറ്. അന്നത്തെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസരിലാൽ നന്ദയായിരുന്നു. അദ്ദേഹമാണ് ഫസ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ന് നിലവിലുള്ളത് നിതി ആയോഗ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് നിലവിൽ വന്നത് 2015 ജനുവരി 1 അല്ലെ? 2015 ജനുവരി 1 ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കണം. അതിന്റെ ആദ്യത്തെ ചെയർമാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദി ആയിരുന്നു ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ ആയിരുന്നു. ഇന്ന് ഡോക്ടർ രാജീവ് കുമാറാണ് അതിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ളത്. പ്രധാനമന്ത്രിമാർ തന്നെയാണ് നിതി ആയോഗിന്റെ ചെയർമാൻമാരായിട്ട് വരിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകാം. ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നമുക്കറിയാം, ദീർഘകാലത്തേക്ക് പ്ലാനിങ്ങിന് പ്രത്യേകമായിട്ട് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യമാണ് ഗ്രോത്ത്, രണ്ടാമത്തത് മോഡേണൈസേഷൻ, മൂന്നാമത്തത് സെൽഫ് റിലയൻസ്, പിന്നീട് ഇക്വിറ്റി. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളർച്ച എന്ന് പറയും. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലുള്ള വർധനമാണ്, അല്ലെ? ദേശീയ വരുമാനത്തിലുള്ള വർധനവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ ഉൽപാദന ശേഷിയിലുള്ള വർധനവാണ്. ഉൽപാദന ശേഷി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് വളർച്ച ഉണ്ടാവുമല്ലോ, അല്ലെ? രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അഥവാ ഉൽപാദന ശേഷി വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ ദേശീയ വരുമാനം വർദ്ധിക്കും സ്വാഭാവികമായിട്ടും, അഥവാ GDP വർദ്ധിക്കും, അല്ലെ? പ്രധാനമായിട്ടും നമുക്ക് ഈ ടേബിളിലൂടെ ആ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാം. GDP ഉണ്ടായ മാറ്റം എന്താണെന്ന് ശരിക്കും നോക്കാം, അല്ലെ? വിവിധ സെക്ടറുകളിൽ നിന്നാണ്, വിവിധ മേഖലകളിൽ നിന്നാണ് GDP-യിലേക്കുള്ള സംഭാവന വരുന്നത്, അഥവാ ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന വരുന്നത്. അത് 3 സെക്ടർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിസറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖല, ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നും 1950-51 സംഭാവനകൾ നോക്കാം. പ്രൈമറി സെക്ടറിൽ ഏതാണ്ട് 59.26% പ്രൈമറി സെക്ടറിൽ നിന്നുള്ള സംഭാവന, അഥവാ ദേശീയ വരുമാനത്തിലേക്ക് കാർഷിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 59.26%. സെക്കൻഡറി സെക്ടറിനോ 13.29%.
ടെർഷ്യറി സെക്ടറിലേക്ക് വരുമ്പോഴോ സേവന മേഖലയിലേക്ക് വരുമ്പോൾ 28.3%. അത് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രാഥമിക മേഖലയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 59.26% 1950-51 59.26% 2014-15 കാലഘട്ടമായപ്പോഴേക്കും 16.1% 16.1 ചുരുങ്ങിയിട്ടുണ്ട്. സെക്കൻഡറി സെക്ടറിലേക്ക് നോക്കൂ. 13.29% ഉണ്ടായിരുന്നത് 23.3% കൂടിയിട്ടുണ്ട്. ഇപ്പൊ വ്യാവസായിക മേഖലയിലുള്ള മാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സംഭാവന കൂടിയിരിക്കുകയാണ്. ടെറിസറി സെക്ടർ നോക്കാം. 28.3% ഇപ്പോൾ എന്തായിട്ടുണ്ട്? 60.6% കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ വരുമാനത്തിലേക്ക് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് സെക്കൻഡറി സെക്ടറിൽ നിന്നും ടെറിസറി സെക്ടറിൽ നിന്നുള്ള സംഭാവന കൂടിയിട്ടുണ്ട്. അതേസമയം പ്രൈമറി സെക്ടറിൽ നിന്ന് അഥവാ കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ GDPയിലുള്ള ദേശീയ വരുമാനത്തിലുള്ള ഈ കാലയളവിലെ വളർച്ച ഈ ടേബിളിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 1950 കാലഘട്ടത്തിലുള്ള GDP വളർച്ച എന്ന് പറയുന്നത്, ദേശീയ വരുമാനത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് വെറും 2%. നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാൻ പറ്റും അത്. പക്ഷെ അത് ഈ അവസാന കാലഘട്ടമായപ്പോഴേക്കും 2015-2016 കാലഘട്ടമായപ്പോഴേക്കും ഏതാണ്ട് 7.6% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാനിങ്ങിന്റെ കാലഘട്ടത്തിൽ നടന്ന വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ GDPയിലൊക്കെ ഉണ്ടായത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആണ്, അഥവാ ആധുനികവൽക്കരണം. ഇറ്റ് മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഔട്ട്ലുക്ക്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാണ് മോഡേണൈസേഷൻ എന്ന് പറയുക. പക്ഷെ അത് മാത്രമല്ല, മോഡേണൈസേഷൻ ഓഫ് ഔട്ട്ലുക്ക്. നമ്മുടെ ചിന്താഗതിയിൽ, സമീപനത്തിലൊക്കെ മാറണം, അല്ലേ? പ്രത്യേകിച്ച് വിമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഈക്വൽ സ്റ്റാറ്റസ്, സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്ക് വേണ്ടി അവർക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുമ്പോഴാണ് രാജ്യത്ത് മോഡേണൈസ്ഡ് ആയി എന്ന് പറയുക, അല്ലേ? അതൊക്കെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുക. അപ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് മാത്രം, പുതിയത് ഉപയോഗിക്കുന്നുണ്ട് മാത്രം മോഡേണൈസേഷൻ ആവണില്ല. നമ്മുടെ സമീപനത്തിൽ, പല കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരണം. എന്നാലേ അതുണ്ടാവുള്ളൂ, മോഡേണൈസേഷൻ ആവുള്ളൂ. മറ്റൊരു ലക്ഷ്യം സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വമാണ്. എന്താ ഈ സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ? റിലയിങ് വൺ സെൽഫ് ഓർ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്, അല്ലേ? നമ്മളെ തന്നെ ആശ്രയിക്കുന്ന ഒരവസ്ഥ, അഥവാ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറക്കുക. അതിപ്പോൾ സാധനങ്ങൾക്കാണെങ്കിലും സേവനങ്ങൾക്കാണെങ്കിലും മറ്റു സർവീസുകൾക്കൊക്കെ നമ്മൾ മറ്റുള്ളവരെ, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമ്പോഴാണ് എന്ത് പറയുക, കുറയുമ്പോഴാണ് എന്ത് പറയുക, സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വം എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇറക്കുമതി കുറച്ചാൽ അത് സ്വാശ്രയത്വമായി. ഇറക്കുമതി കുറച്ച് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുമ്പോൾ അത് സ്വാശ്രയത്വമായി, അല്ലേ? ഇപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുതലേ നമ്മൾ ഈ സ്വാശ്രയത്വത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മുതലേ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതി പ്രതിസ്ഥാപനം എന്ന് പറയുന്ന ഒരു തത്വം ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ ഇറക്കുമതി പ്രതിസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുക, ഇറക്കുമതി കുറക്കുക, അതിന് പകരമായിട്ട് സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? നമ്മൾ സ്വാശ്രയത്വം നേടും, അല്ലെ? നമുക്ക് സ്വയം പര്യാപ്തത നേടും, മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയും. അപ്പോൾ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക, അല്ലെ? നമ്മളെ തന്നെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുക. ഇനി അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാം. ഇക്വിറ്റി അഥവാ നീതി. എന്താണ് നീതി അഥവാ ഇക്വിറ്റി എന്നോട് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് റിഡക്ഷൻ ഇനീക്വാലിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം, അന്തരം, അത് കുറച്ച് കൊണ്ടുവരുന്നതിനാണ് നീതി എന്ന് പറയുക, അല്ലെ? എല്ലാ ഇന്ത്യക്കാർക്കും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? ഭക്ഷണം, ഫുഡ്, അതുപോലെ ഷെൽട്ടർ, പാർപ്പിടം, അല്ലെ? അതുപോലെ ക്ലോത്ത്, വസ്ത്രം. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പോഴാണ് നീതിയാവുകയുള്ളൂ. അപ്പോൾ നീതി എന്നോട് അർത്ഥമാക്കുന്നത് എല്ലാവർക്കും, അഥവാ ഉള്ളവനും ഇല്ലാത്തവനും, റിച്ചും പുവറും, അവരും തമ്മിലുള്ള അന്തരം കുറച്ച് കൊണ്ടുവരിക, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയ്ക്കാണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും.